ആരാ? സ്നേഹം നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഒരുങ്ങോ? കല്യാണത്തിന് പോണ്ടേ? കുളിക്കാനല്ലേ തോർത്തൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നേ? അത് മറന്നുപോയി. സുഹൃത്തേട്ടാ, ആ നിങ്ങൾ എന്റെ തലയിൽ ഇടുന്ന ക്ലിപ്പ് കണ്ടോ? ഇല്ലടി, അകത്തോട്ടും കാണും. ഞാൻ അകത്തൊക്കെ നോക്കി അവിടെ ഒന്നുമില്ല. നീ തിരിഞ്ഞു ഇതെന്താ? കൂടുതൽ സർപ്രൈസ് അടിച്ചിരിക്കാൻ വയ്യ. എന്തായാലും ഉണ്ടെ പറ. സർപ്രൈസോ? ഓ, നിനക്ക് വൈകിട്ട് കേക്ക് വാങ്ങാൻ സർപ്രൈസ് ചെയ്യാനല്ലേടി? ഞാൻ അഭിനയിക്കുകയാണോ? ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലേ? ഇന്ന് സുഹൃത്തേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഓ, മറന്ന പോലെ. സുഹൃത്തേട്ടാ, എനിക്കൊന്നും ഓർമ്മയില്ല. സത്യമായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. എടി, അത് ജോലിയുടെ സ്ട്രെസ് കൊണ്ടൊക്കെ ആയിരിക്കും. നമുക്ക് ജോലി വേണ്ടെങ്കിൽ വിടാം. ഇതങ്ങനെയല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എല്ലാത്തിനും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഡോക്ടറെ ഒന്ന് കാണാം. സ്നേഹ, ഈ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നം പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? കുറച്ച് നാളായിട്ടുണ്ട്. വർക്ക് സ്ട്രെസ്സാണെന്നാണ് വിചാരിച്ചേ. പക്ഷേ റീസെൻ്റ്ലി ഓർമ്മയില്ലാത്ത കുറച്ച് ഇൻസിഡൻസ് അവിടെ ഉണ്ടായി. അങ്ങനെയാണ് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചേ. സ്നേഹയ്ക്ക് അൽഷൈമേഴ്സ് ആണ്, സെക്കൻഡ് സ്റ്റേജ്. സാധാരണ പ്രായമായ ആൾക്കാരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. പക്ഷേ സ്നേഹയ്ക്ക് ഈ പ്രായത്തിൽ തന്നെ ഇത്രയും സീരിയസ് കണ്ടീഷൻ വരാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്ട്രേഞ്ച്. അവളൊരു ആക്ടിവിറ്റി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ അത് മുഴുമിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എടുത്ത സാധനങ്ങൾ എവിടെ വെച്ചെന്നില്ല, മറന്നു പോവുക, ബന്ധുക്കളെയും വീട്ടുകാരൊക്കെ മറന്നു പോവുക, അതൊക്കെയാണ് ഈ സ്റ്റേജ്. ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ആൾക്കിപ്പോൾ ഈ സ്റ്റേജിൽ ആവശ്യം എന്ന് പറയുന്നത് സുഹിത്തിൻ്റെ കെയറും സപ്പോർട്ടൊക്കെയാണ്. ഡോക്ടറെ, അവളിന് എത്ര നാൾ കൂടെ എന്നെ ഓർത്തിരിക്കും?
എവിടെയോ കണ്ടു നല്ല പരിചയം. സുത്തേട്ടനില്ലേ? സുത്തേട്ടനെ കാണാൻ വന്നേ. അച്ഛൻ അവളെ ഒന്ന് കാണണമെന്നും പറഞ്ഞിരിക്കുക. ഈ അവസ്ഥയിൽ എങ്ങനെ ആളിയാ ഞാൻ അച്ഛനെ കൊണ്ട് അവളെ കാണിക്കുന്നേ? അവൾ എന്നെ പോലും ഒന്നും ഓർക്കുന്നില്ലല്ലോ. നിങ്ങളിതെങ്ങനെ സഹിക്കുന്നു? അവളിപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലോടാ. അവളെന്നെ മറക്കുന്നവരെങ്കിലും അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കിക്കോട്ടെ.